വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ കാര്യമായി നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഐ ഹാഡ് അബൌട്ട് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അധികം പേർക്കും അറിയുന്നുണ്ടാവും, ഇനിയിപ്പോൾ അറിയാത്തവർക്കാണ്. ഞാനൊരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ എഞ്ചിനീയറിംഗിന് പോകുന്നതിന് മുന്നേ എനിക്കുണ്ടായ കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് തോന്നുന്നു അധികം പേർക്കും ഇതൊക്കെ തന്നെ ഉണ്ടാവും. പിന്നെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ച് അപ്ഡേറ്റഡ് ആണ്. എല്ലാവർക്കും മോസ്റ്റ് കാര്യങ്ങളും ഇന്റർനെറ്റിലൂടെ സെർച്ച് ചെയ്ത് ഡിസൈഡ് ചെയ്ത് പോകുന്ന കുട്ടികളൊക്കെയാണ്. ഇനി എന്റെ പോലെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വേണ്ട എന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എനിക്കുണ്ടായ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് പറയാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കോമൺ ആയിട്ട് ഞാൻ കണ്ടുവന്നിട്ടുള്ള കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് കൂടി ഷെയർ ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് +2 പഠിക്കുമ്പോൾ, അതായത് 10th റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ആകെ കൂടി നമുക്ക് എന്താവണം, ഒന്നുകിൽ ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം. ഈ 2 ഓപ്ഷനാണ് എല്ലാവർക്കും പറയാനുണ്ടായിരുന്നുള്ളൂ. അന്ന് ഇതുപോലെ ഇത്രമാത്രം എഞ്ചിനീയേഴ്സ് ഇല്ലാത്ത ഒരു സമയം. അപ്പോൾ എനിക്ക് ബയോളജിയോട് അത്ര താല്പര്യമില്ല. അപ്പൊ പിന്നെ എനിക്ക് ഡോക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻ, ലൈക്ക് ഡോക്ടർ ആവാൻ എനിക്ക് പറ്റില്ലല്ലോ. എന്നാ പിന്നെ എഞ്ചിനീയർ തന്നെയാവാം. എഞ്ചിനീയർ ആവണമെന്നുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ മെയിൻ, അന്ന് ഞാൻ വിചാരിച്ചായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോക്ടർ ആവണമെങ്കിൽ ബയോളജി എടുത്ത് പഠിക്കണം +2, എഞ്ചിനീയർ ആവണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിക്കണം. അപ്പൊ എനിക്ക് എഞ്ചിനീയർ അല്ലേ ആവണ്ടേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 10th ക്ലാസ് കഴിഞ്ഞ് എഞ്ചിനീയർ ആവാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പഠിച്ചു. കാരണം കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് മാത്രമേ എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ, ബിടെക്കിന് പോകാൻ പറ്റുള്ളൂ. ഗൈസ്, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. നമുക്കിപ്പോൾ ബയോളജി പഠിച്ചാലും കീം എഴുതി അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ ബേസിസിലാണ് നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്. ആൻഡ് കീം എഴുതാനായിട്ട് നമുക്ക് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും +1 +2 മാത്സും ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും കീം എഴുതാം. ആൻഡ് കീമിൽ മാർക്കുള്ള ആർക്ക് വേണമെങ്കിലും റാങ്കിന് അനുസരിച്ച് ബിടെക് അതായത് എഞ്ചിനീയറിംഗ് കോളേജസിൽ അഡ്മിഷൻ കിട്ടും. അപ്പൊ അതാണ് എൻ്റെ ഫസ്റ്റ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നത്. പിന്നെ അത് എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ആൻഡ് സെക്കൻഡ് വൺ ഞാൻ എഴുതി വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത എൻ്റെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, ഇത് എനിക്ക് ബിടെക് പഠിക്കുന്ന സമയത്തും ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ബിടെക് പഠിച്ചാൽ മാത്രമേ IT ജോലി കിട്ടത്തുള്ളൂ. അതായത് IT ജോലി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ബിടെക് പഠിക്കുന്നവരുടെ അധികം ആഗ്രഹം ഡെവലപ്പർ ആവാനായിരിക്കും. അതായത് ഇപ്പൊ ഞാൻ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ബിടെക് പഠിച്ചത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT സ്ട്രീം എടുത്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡെവലപ്പർ ആയിട്ട് ഒക്കെ ജോലി കിട്ടത്തുള്ളൂ എന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര വലിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു അത്. ശരിക്കും നമുക്ക് ബിടെക് ആർക്ക് മാത്രമല്ല ഡെവലപ്പറുടെ ജോലി കിട്ടുന്നത്, BCA പഠിച്ചവർക്കും കിട്ടും. ചില കമ്പനീസ് ഉണ്ട്, അവര് പോളിന്ന് ഹയർ ചെയ്യും, എന്നിട്ട് അവര് തന്നെ ബിടെക് പഠിപ്പിക്കും. അങ്ങനത്തെ കേസസും ഉണ്ട്. അപ്പോൾ ബിടെക് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡെവലപ്പർ ആവാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. എൻ്റെ അടുത്തൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, +2 കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിടെക്കിന് പോകാൻ പറ്റുള്ളൂ എന്ന്. അതും വലിയൊരു മണ്ടത്തരമാണ്. നമുക്ക് 10th ക്ലാസ് കഴിഞ്ഞിട്ട് പോളിയിൽ പോകുന്ന ആൾക്കാരുണ്ട്. പോളി കഴിഞ്ഞാൽ നമുക്ക് ബിടെക്കിന് ചേരാൻ പറ്റും. പോളിയിൽ നിന്ന് വരുന്നവർക്ക് ലാറ്ററൽ എൻട്രി എക്സാം ഉണ്ട്. പോളി കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രിയുടെ എക്സാം എഴുതി ആ ലാറ്ററൽ എൻട്രിയുടെ എക്സാമിന്റെ റിസൾട്ട് അനുസരിച്ച് നമുക്ക് എല്ലാ കോളേജിലും സെക്കൻഡ് ഇയറിലോട്ട് കയറാൻ പറ്റും. പോളി കഴിഞ്ഞവർക്ക് ഡയറക്ട്ലി സെക്കൻഡ് ഇയറിലോട്ട് കയറാൻ പറ്റും. ആ ഒരു പോസിബിലിറ്റി ഉണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലായി. ഈ ഒരു പോയിന്റ് എനിക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് +2 ഉണ്ടായത്. ഞാൻ എഞ്ചിനീയർ ആവണം എന്ന് ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണല്ലോ, ഇങ്ങനെ ഹാക്ക് ചെയ്യുമ്പോൾ 3-4 കമ്പ്യൂട്ടർ ഇങ്ങനെ പെട്ട അടിക്കുന്നു. അപ്പൊ ഞാനും ഭാവിയിൽ എഞ്ചിനീയർ ആയിട്ട് ഇങ്ങനെ എന്നടിക്കും. അതായിരിക്കും എൻ്റെ ജോലി. ഞാനിങ്ങനെ ഫുൾ കണ്ണടയൊക്കെ വെച്ച്, ഓൾറെഡി എനിക്ക് കണ്ണട ഉണ്ടല്ലോ, അപ്പൊ ഞാൻ കാര്യമായി കണ്ണടയൊക്കെ വെച്ചിട്ട് കുറച്ചൊരു ഇതിലടിക്കുന്നു. ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. സത്യത്തിൽ നമുക്ക് ആ ജോലി തന്നെ കിട്ടണം എന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ 90% ഓഫ് ജോബ്സ് അങ്ങനത്തെ അല്ല. നമുക്ക് നല്ല കോൺസെൻട്രേഷൻ എടുത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് ഈ കുറെ ടപ്പ് അടിക്കാത്ത ടൈപ്പ് ഓഫ് ജോബ്സ് ആയിരിക്കും അധികം ഉണ്ടാവുക. അടുത്തത് എനിക്ക് ബിടെക് പഠിച്ചുകൊണ്ടിരിക്കലേ ഉണ്ടായ ഒരു മിസ്കൺസെപ്ഷൻ എന്നൊക്കെ വേണേൽ പറയാം. മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനേക്കാളും എൻ്റെ ഒരു തോട്ട് പ്രോസസ് അങ്ങനെയായിരുന്നു. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ആവാ അല്ലെങ്കിൽ ടെസ്റ്റർ ആവാ എന്നുള്ള കേസായിരുന്നു. ശരിക്കും ഇതിനേക്കാൾ കൂടുതൽ ചോയ്സസ് ഉണ്ടെന്ന് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ ഇപ്പോ കോളേജസിലൊക്കെ കരിയർ ഗൈഡൻസിന്റെ ഭാഗമായിട്ട് അവർക്ക് ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് ആക്ച്വലി ഗുഡാണ്. നമ്മുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കരിയർ ഗൈഡൻസ് സെല്ല് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണകളില്ലായിരുന്നു. +2 കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത്, ഏതെങ്കിലും കോളേജിൽ ബിടെക്കിന് പഠിച്ചാൽ മതി എന്നായിരുന്നു. ശരിക്കും നമ്മൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. പഠിക്കുവാണെങ്കിൽ
ഗവൺമെന്റ് കോളേജിലാണെങ്കിലും നല്ല കോളേജിൽ പഠിക്കണം. കാരണം നല്ല കോളേജ് ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉള്ള കോളേജസിൽ പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പഠിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ഒരു ഇതിനനുസരിച്ച് നമ്മൾ അതൊക്കെ ചെയ്താൽ മതി. പക്ഷെ കുറച്ചും കൂടി ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള സ്ഥലത്ത് പോയി പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. ഇനി കുറച്ച് ഞാൻ ജനറൽ ആയിട്ട് കണ്ടിട്ടുള്ള കുറച്ച് മിസ്കൺസെപ്ഷൻസ് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ വിചാരം നമുക്ക് കമ്പ്യൂട്ടർ നന്നാകാൻ അറിയാമെന്നാണ്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോലും പലർക്കും മനസ്സിലാവാത്ത ഒരു കേസാണ്. നമ്മൾ കമ്പ്യൂട്ടർ, നീ എഞ്ചിനീയറിംഗ് അല്ലേ പഠിക്കുന്നത്, എന്നിട്ട് എന്താ എനിക്ക് കമ്പ്യൂട്ടർ നന്നാക്കാൻ അറിയത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ പലരും ഒരു 4th ഇയർ ഒക്കെ ആയി ക്യാമ്പസ് പ്ലേസ്മെന്റ് നമുക്ക് ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കും. അപ്പൊ ബാക്കിയുള്ളവർ ക്യാമ്പസ് പ്ലേസ്മെന്റ് ജോലി കിട്ടിയില്ല, ഇനി ജോലി കിട്ടും. അങ്ങനെയൊന്നുമില്ല. പല ഡ്രൈവ്സും ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അപ്ലൈ, അല്ലെങ്കിൽ ടെക്നോ പാർക്ക് അവരുടെയൊക്കെ സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ള കമ്പനീസ് ലിസ്റ്റഡ് ആയിരിക്കും. ആൻഡ് അതിൽ അവരുടെ കരിയർ സെക്ഷനിൽ ജോബിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ക്യാമ്പസ് പ്ലേസ്മെന്റ് ജോലി കിട്ടിയില്ല എന്ന് വിചാരിച്ച് ജോലി കിട്ടാതിരിക്കത്തൊന്നുമില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതും അറിയിക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.